പ്രിയൻ ഈ വിമാനത്തിൽ നിന്നൊരാൾ അത്ഭുതകരമായി ചാടി രക്ഷപ്പെട്ടു. പാരച്യൂട്ട് പോലും ഇല്ലാതെയാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ രക്ഷപ്പെടാൻ എങ്ങനെയാണ് കഴിയുക? പണ്ടൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടോ മുമ്പൊക്കെ? മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. രസകരമായിട്ടുള്ള വളരെ അത്ഭുതം ജനിപ്പിക്കുന്ന നമ്മളൊരു കഥയൊക്കെ പറയൂലേ, കഥ പോലെ വളരെ അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു കഥയാണത്. ശരിക്കും നടന്ന സംഭവമാണത്. വെസ്ന വുലോവിക് എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റ് അറ്റൻഡർ, അതായത് ഫ്ലൈറ്റ് സ്റ്റുവേർഡ്, അവരുടെ രക്ഷപ്പെടലായിരുന്നു അന്ന് ഏറ്റവും വലിയ സംഗതിയായിട്ട് മാറിയത്. മനുഷ്യ ചരിത്രത്തിൽ തന്നെ പാരച്യൂട്ട് ഇല്ലാതെ മറ്റൊരു സഹായവുമില്ലാതെ ഒരാൾ ഏറ്റവും ഉയരത്തിൽ നിന്ന് ചാടുന്ന ഒരു സംഭവമായിരുന്നു അന്നുണ്ടായത്. 1972 ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിന് അന്ന് സംഭവിച്ചതാണ് കേട്ടോ. അതായത് DC-9 എന്ന് പറയുന്ന ചെക്കോസ്ലോവാക്യ ഒരു വിമാനമാണ്. ചെക്കോസ്ലോവാക്യൻ വിമാനം. ചെക്കോസ്ലോവാക്യയിൽ വെച്ചാണ് ഈ വിമാനം അപകടത്തിൽപ്പെടുന്നത്. കോപ്പൻഹേഗനിൽ നിന്ന് പുറപ്പെടുകയായിരുന്നു. എന്നിട്ട് അതിൻ്റെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് ചെക്കോസ്ലോവാക്യ, ഇന്നത്തെ ചെക്ക് റിപ്പബ്ലിക്, അതിൻ്റെ മുകളിലെത്തിയപ്പോഴത്തേക്ക് ഇതിൻ്റെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ തകരാറിലായി. അത് റേഡിയോ കമ്മ്യൂണിക്കേഷൻ പിന്നെ തുടരാൻ കഴിയുന്നില്ല. അങ്ങനെ ATCയിൽ നിന്ന് ഇവരെ ബന്ധപ്പെട്ടപ്പോഴത്തേക്കും ഒരു മറുപടിയും കിട്ടുന്നില്ല. അപ്പോൾ ഇവർക്ക് അപകടം മണത്തു. ഇവർ നേരെ മറ്റു ATCകളുമായിട്ടും ഈ പറയുന്ന വിമാന അപകടത്തെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. അപ്പോൾ ഈ പറയുന്ന വിമാനം എങ്ങനെ തകർന്നു എന്നുള്ളത് ഇന്ന് നിഗൂഢമായിട്ടുള്ള ഒരു കാര്യമാണ്. ബോംബ് പൊട്ടിത്തെറിച്ചതാണ് എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനമായിട്ട് കണക്കാക്കുന്നത്. ഇതിൻ്റെ അകത്തൊരു സ്ഫോടക വസ്തു ഉണ്ടായിരുന്നു, അത് പൊട്ടിത്തെറിച്ചതാണെന്നാണ്. ഈ വെസ്ന വുലോവിക്കിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമാണ്. കാരണം ഇവർ ഈ ഫ്ലൈറ്റിൽ പോകേണ്ടിയിരുന്നവരല്ലായിരുന്നു. ഇവരുടെ അതേ പേരുള്ള മറ്റൊരു സ്റ്റുവാർഡിൻ്റെ പേര് ഈ ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഇവരാണത് എന്നുള്ള തെറ്റിദ്ധരിച്ചാണ് ഇവർക്ക് ആ റൂട്ടിൽ പോകേണ്ടി വന്നതെന്ന്. അവർക്ക് പോകേണ്ടതായിരുന്നില്ല. അപ്പോൾ എന്നിട്ട് ഇവർ ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു. ഫ്ലൈറ്റ് ഈ സ്ഫോടനത്തോടു കൂടി തകർന്നു വീഴുന്നു. ഈ സർബസ്ക കമേനിക് എന്ന് പറയുന്ന നഗരത്തിന് മുകളിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. എന്നിട്ട് ഈ നേരെ ആ വിമാനം ഈ നഗരം വിട്ട് കുറച്ച് ദൂരം മുന്നോട്ട് പോയി അവിടെ ചെന്നൊരു നിബിഡ വനപ്രദേശത്താണ് ഈ വിമാനം തകർന്നു വീഴുന്നത്. അതായത് വെസ്ന വുലോവിക് അടക്കം 28 പേരാണ് യാത്രാ വിമാനത്തിലുണ്ടായിരുന്നത്. അപ്പോൾ തകർന്നു വീഴുന്നതിന് മുന്നേ ആയിട്ട് ഇവർ ചാടി, പാരച്യൂട്ടൊന്നും ഇല്ല. ഈ വിമാനം സ്ഫോടനം ഉണ്ടായി രണ്ടായിട്ട് മുറിഞ്ഞു എന്നാണ് പറയുന്നത്. അവർ ഇതിന്റെ ടെയിൽ ഭാഗത്ത്, അതായത് ഈ വിമാനത്തിന്റെ വാൽ ഭാഗത്താണ് ഉണ്ടായിരുന്നത്. അവിടെ ഈ പറയുന്ന ഫുഡ് കാർട്ടുകൾ അടുക്കി വെച്ചിരുന്നു. അതിനിടയിലാണ് ഇവർ ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇവർ താഴേക്ക് വീണ് കഴിഞ്ഞപ്പോൾ 33,330 അടി ഉയരം, അതായത് 6.31 മൈൽ ഉയരത്തിൽ നിന്നാണ് വീഴുന്നത് ഇവർ. ആ വീഴ്ചയിൽ തന്നെ ഇവർക്ക് വലിയ പരിക്കുകളേറ്റു. മഞ്ഞുള്ള പ്രദേശത്തേക്കാണ് വീഴുന്നത്. വനപ്രദേശമാണ്, നിബിഡ വനമാണ്. അവിടെ തന്നെ മഞ്ഞ് കൊണ്ട് മൂടിയിരുന്നത്. അതായത് ജനുവരിയല്ലേ, ജനുവരിയിൽ യൂറോപ്യൻ മേഖല ആകെ മഞ്ഞും തണുപ്പും ഏറ്റവും അതിശൈത്യകാലമാണ്. അപ്പോൾ ഈ മഞ്ഞ് നിറഞ്ഞ ഒരു ചെരിഞ്ഞ പ്രദേശത്ത്, കുന്നിൻ ചെരിവുള്ള പ്രദേശത്താണ് ഈ വിമാനം തകർന്നു വീഴുന്നത്. അങ്ങനെ തകർന്നു വീഴുന്നതോടുകൂടി തന്നെ ഇവർ അതിനകത്ത് രക്ഷപ്പെടുന്നു. ഇവരുടെ തലയോട്ടിക്ക് പൊട്ടലുണ്ടായി, ഇവരുടെ 2 കാലുകൾ ഒടിഞ്ഞു, ഇവരുടെ 2 കശേരുക്കൾ തകർന്നു, ഇവരുടെ നിരവധി വാരിയെല്ലുകൾ ഒടിഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ വലിയ പരിക്കുകൾ ഇവർക്ക് പറ്റിയെങ്കിലും ഇവരെ അവിടെ നിന്നിട്ട് ഇവരുടെ ശബ്ദം കേട്ട് ഈ റെസ്ക്യൂ സംഘം എത്തി ഇവരെ അവിടുന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു ഈ മഞ്ഞിൽ നിന്ന്. അപ്പോൾ ഇവർ ഇത്രയും ഉയരത്തിൽ നിന്ന് ചാടി എന്നുള്ളത് ഒരു വലിയ റെക്കോർഡാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവർക്ക് ഈ സംഭവങ്ങളൊന്നും ഓർമ്മയില്ല. ഇവർ ഹോസ്പിറ്റലിലായി 1 മാസത്തോളം ഇവർ കോമയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ പാരലൈസ്ഡ് ആയി, അതായത് ശരീരം തളർന്നു കിടന്നു. അതിനുശേഷം അവരതെല്ലാം റിക്കവറായി അവർ തിരിച്ച് ജോലിയിലേക്ക് വന്നു. പിന്നെ അവർ സ്റ്റുവാർഡായിട്ടല്ല, അവർ ഡെസ്കിലാണ് ജോലി ചെയ്യുന്നത്. അതായത് ഡെസ്ക് പൊസിഷനിലേക്ക്, അതായത് ഓഫീസ് ജോബായിട്ട് മാറി. അവർ സ്റ്റുവാർഡ് എന്ന് പറയുന്ന ജോലിയിൽ പിന്നെ തുടർന്നില്ല. എല്ലാവരും മരിച്ചു, 27 പേര് മരിച്ചു. JAT എന്ന് പറയുന്ന ജാറ്റ് എന്ന് പറയുന്ന വിമാന കമ്പനിയാണ് ഇപ്പോഴത്തെ വിമാന ദുരന്തത്തിന് സമാനം. അതെ, JAT എന്ന് പറയുന്ന ഒരു വിമാന കമ്പനിയാണത്. അതായത് ഈ വിമാന അപകടം ഉണ്ടായെങ്കിലും ഇതൊരു ചെറു വിമാനമാണ്, വലിയ വിമാനമല്ല. കാരണം 28 പേരെ അതിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. എന്തായാലും DC-9 എന്നായിരുന്നു ആ വിമാനത്തിൻ്റെ പേരുണ്ടായിരുന്നത്. സ്റ്റാഫ് അടക്കം എല്ലാവരും കൊല്ലപ്പെട്ടുവെങ്കിൽ ഇവർ മാത്രമാണ് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത്. ഇവരങ്ങനെ പൂർണ്ണ ഭേദമായി, ആരോഗ്യമൊക്കെ ഭേദമായിട്ട് ഇവർ തിരിച്ച് ജോലിയിൽ കയറുകയും ചെയ്തു. പക്ഷേ ഇവർ ഈ പറയുന്ന രോഗത്തിൽ നിന്നൊക്കെ, ഈ പറയുന്ന അപകടത്തിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വന്നപ്പോൾ ഇവർക്ക് ന്യൂസ് പേപ്പർ കൊണ്ട് കൊടുത്തു. ഈ ഡോക്ടർമാർ ഇങ്ങനെ ഒരു അപകടം നിങ്ങൾ സർവൈവ് ചെയ്തതാണ് എന്ന് പറഞ്ഞ് ഇവർക്ക് ഭയങ്കര അത്ഭുതമായി. ഇവർ വലിയ ഷോക്കായി. കാരണം ഇവർക്ക് അതൊന്നും ഓർമ്മയില്ല, വിമാന അപകടത്തിൽപ്പെട്ടതൊന്നും ഓർമ്മയില്ല. പക്ഷേ ഇവർക്ക് ചില കാര്യങ്ങൾ ഓർമ്മയുണ്ട്. ഒരാളുടെ ഒരാളുടെ ബാഗേജ് അതാണ് പൊട്ടിത്തെറിച്ചത് എന്ന് പറയുന്ന അയാളെ വളരെ സംശയത്തോടു കൂടി ഇവർ നിരീക്ഷിച്ചിരുന്നു. ഇവർ മാത്രമല്ല, യാത്രക്കാരെല്ലാവരും
എന്നും ഈ പറയുന്ന വുലോവിക്കിൻ്റെ കമൻറ്റിനകത്തുണ്ട്, അവർ പറയുന്നുണ്ടായിരുന്നു. എന്നാലും വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സർവൈവലാണ് ഇവർ നടത്തിയത്. ഇവരുടെ തിരിച്ചുവരവാണ്, ഇവർ ജോലിയിൽ തിരിച്ചു പ്രവേശിക്കുന്നു, സാധാരണ ജീവിതം നയിക്കുന്നു. ഇവർ വലിയ ഫേമസ് ആയി അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതോടുകൂടി തന്നെ. ഇവർ 66-ാം വയസ്സിലാണ് മരിക്കുന്നത്, 2016. അത് അവിടെ വരെയും ഇവർ സാധാരണ ജീവിതം നയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അവർ ഈ പറയുന്ന അപകടത്തിൻ്റെ ബാക്കി പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, മരിക്കുന്നവരെയും ഇവർക്ക് ഈ അപകടത്തിൽ നടന്നതൊന്നും ഓർമ്മയില്ല. അംനേഷ്യ വന്നിട്ട് മറവി, ആ കാര്യം, ആ ഒരു ഭാഗം, ജീവിതത്തിൻ്റെ ഭാഗം, ആ ഏട് അങ്ങ് മറഞ്ഞുപോയി, ഓർമ്മയില്ലാതായി പോയി എന്നുള്ള. നമുക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ തലയ്ക്ക് ഒരു ആഘാതമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ സംഭവങ്ങളൊക്കെ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ഇപ്പോൾ വാഹനം അപകടം, റോഡ് ആക്സിഡന്റിലും അങ്ങനെയാണ് അപകടത്തിൽപ്പെടുന്നവർ പറയുന്നത്. കാരണം ബോധം പോയി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ഓർമ്മ കാണില്ല, എന്താണ് സംഭവിച്ചത് ഓർത്തെടുക്കാൻ കഴിയില്ല. അതാണ് ഈ സംഭവിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ മുമ്പ് ഏതെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകമഹായുദ്ധകാലത്ത് 22,000 അടി ഉയരത്തിൽ നിന്ന് ഒരു സോവിയറ്റ് എയർമാൻ ചാടിയിട്ടുണ്ട്. അയാൾ ഇതുപോലെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതും ഇത് പറഞ്ഞ പോലെ മഞ്ഞിൽ പുതഞ്ഞിട്ടായിരുന്നു കിടന്നത് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ബ്രിട്ടീഷ് ബോംബർ ക്രൂവിലുണ്ടായിരുന്ന ഒരാൾ 18,000 അടി ഉയരത്തിൽ നിന്ന് ചാടി, അയാളും ഇതുപോലെ സർവൈവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള 2 ഇൻസിഡൻറ്റുകൾ കൂടി ഇതോടൊപ്പം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ വിമാനം എങ്ങനെയാണ് തകർന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് പല സിദ്ധാന്തങ്ങളുമുണ്ട്. ഈ വിമാനത്തിൽ ക്രൊയേഷ്യൻ ദേശീയവാദികൾ ബോംബ് വെച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ ആരെ അറസ്റ്റ് ചെയ്തിട്ടുമില്ല. എന്തായാലും വെസ്ന വുലോവിക്കിൻ്റെ കഥ അതിഗംഭീരമായിട്ടുള്ളൊരു കഥയാണ്. നമ്മുടെ ഇപ്പോൾ ഈ ഇന്ത്യയിലെ വിമാനം തകർന്ന് വീണ് അതിലൊരാൾ രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അയാൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളതും ആ കാര്യങ്ങളും എല്ലാം വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കഥയായിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ വിമാനം അതിവേഗത്തിൽ പോകുന്നു. അതിവേഗത്തിൽ പോകുമ്പോഴത്തേക്കും അതിൽ നിന്ന് ചാടിയിട്ട് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? ഇല്ലെങ്കിൽ തന്നെ ഈ വിമാനത്തിൽ നിന്ന് ചാടിയാൽ തന്നെ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. എവിടെയാണെന്ന് അറിയാൻ കഴിയില്ല. അതുപോലെ തന്നെ അതിമർദ്ദമുള്ള പ്രദേശത്തുകൂടെയാണ് കടന്നു വരുന്നത്, കാറ്റുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പൊട്ടിത്തെറിയിൽ അതിൽ നിന്ന് സർവൈവ് ചെയ്യുക എന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരുപാട് മരണത്തിൻ്റെ സാധ്യതകളാണ് കൂടുതൽ. അതായത് നമ്മൾ പറയില്ല, 1 in a million, 10 ലക്ഷത്തിലൊക്കെ ഒരാളായിരിക്കും ഈ പറയുന്ന ഈ അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത്. ഒരുപാട് പേര്. ഇപ്പം നമ്മൾ പറയും രാമക്കൽ മേട് എന്ന് പറയുന്ന നമ്മുടെ ഉയർന്ന പ്രദേശമുണ്ട്, അവിടെ നിന്ന് താഴേക്ക് ചാടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല, താഴെ എത്തുന്നതിന് മുമ്പേ ആൾ മരിക്കും എന്നാണ് പറയുന്നത്. 10 സെക്കൻഡിനുള്ളിൽ അങ്ങാണ്ട് ആൾ മരിക്കുന്നുണ്ട്. അപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്ക് വിമാനം ഇടിച്ച് കയറ്റി അപകടം ഉണ്ടായപ്പോഴും നമ്മൾ കണ്ടതാണ്, അതിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ ചാടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചാടുന്നതായിട്ട് കണ്ട ആ ഫോട്ടോയൊക്കെ അന്ന് വളരെയധികം പ്രചരിച്ചിരുന്നു. അത് അയാൾ താഴെ എത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചിരിക്കും. ഹൃദയാഘാതം വന്ന് മരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം അങ്ങനെയാണ്, ഭയക്കുമല്ലോ. അപ്പോൾ ഈ പറയുന്ന അപകടങ്ങൾക്ക് മുന്നോടിയായി തന്നെ ഹൃദയാഘാതം ഉണ്ടായാൽ മരിക്കാം, അങ്ങനെ അപകടത്തിന് മുമ്പ് തന്നെ മരിക്കാം. എന്തായാലും വെസ്ന വുലോവിക്കിൻ്റെ കഥ വളരെ അത്ഭുതം ജനിപ്പിക്കുന്നതാണ്. ഏറ്റവും ഉയരത്തിൽ നിന്ന്, മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും ഉയരത്തിൽ നിന്ന് ചാടി എന്ന് പറയുന്ന റെക്കോർഡും വെസ്ന വുലോവിക്കിനുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.